ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട്. ഓക്കെ, അതിലെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ട്സുകളാണ്. അപ്പൊ ആക്ട്സിൽ നമ്മൾ ചാർട്ടർ ആക്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന്റെ 4ാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്. ചാർട്ടർ ആക്ട് 1813, 1813 ചാർട്ടർ ആക്ടിനെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്റെ പേര് കിരൺ. നമുക്ക് 2 ടെലിഗ്രാം ചാനലുണ്ട്. @കിരൺ PSC സ്റ്റഡി സർക്കിൾ, @കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി. ഓക്കെ, ഇതിൽ ഏതിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ നോട്ട്സ് എന്ത് ചെയ്യും, അവിടെ ലഭിക്കുന്നതായിരിക്കും. ഡിഗ്രി ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ @കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി എന്ന് പറഞ്ഞ ടെലിഗ്രാം ചാനൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ കഥയൊക്കെ കഴിഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് പോകാം. മാറുന്നില്ലല്ലോ, ഇപ്പൊ മാറും. ഓക്കെ, ഇതാണ് എന്താ പറയാ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ സിലബസ്. പ്രിലിംസിനായാലും മെയിൻസിനായാലും അവിടെ 4ാമത് കാണുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ 3ാമത്തെ അല്ല 4ാമത്തെ വീഡിയോ ആണിത്. ഈ സീരീസിലെ 4ാമത്തെ വീഡിയോ ആണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കംപ്ലീറ്റ് ഇന്ത്യൻ ഹിസ്റ്ററി ഫോർ ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് ഉണ്ടാവും. ഈ പ്ലേലിസ്റ്റിൽ ഈ വീഡിയോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഡറിൽ കാണാൻ വേണ്ടി പറ്റും. ഇംഗ്ലീഷും മലയാളത്തിലും PDF ഉണ്ട്. ഈ വീഡിയോ കഴിയുന്നത് വരെ, ഈ ഒരു സീരീസ് കഴിയുന്നത് വരെ, ഏത് സീരീസ് 1858 ആക്ട് കഴിയുന്നത് വരെ നിങ്ങളൊരു കൺസെപ്റ്റ് ആണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ആ കൺസെപ്റ്റ് നമ്മൾ എല്ലാ ക്ലാസ്സും റിവൈസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഗുണമാണ്. ക്ലാസ് എടുക്കുമ്പോൾ കിട്ടും, ഒന്ന് റിവൈസ് ആവുന്നതുമായിരിക്കും. ഓക്കെ, പറയേണ്ടത് എൻ്റെ ഒരു കടമയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു. നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടായിരുന്നു. ഉണ്ടായിക്കോട്ടെ, കമ്പനി ഉണ്ടായത് 1600-ലായിരുന്നു. 1600-ലാണ് കമ്പനി ഉണ്ടായത്. ആ കമ്പനിയാണ് ഇങ്ങോട്ട് വരുന്നത്, എവിടെ, ഇന്ത്യയിലോട്ട് വ്യാപാരം നടത്താൻ വേണ്ടിയിട്ട്. ഈ കമ്പനി 1600 തൊട്ട് 1858 വരെ, 1858 വരെ, 1600 to 1858 എന്ന് പറഞ്ഞാൽ 258 ഇയേഴ്സ്, 258 വർഷം ഇന്ത്യ കമ്പനിയുടെ റൂളിലായിരുന്നു. ഓക്കെ, 1858 തൊട്ട് 1858 തൊട്ട് 1947 വരെ ഇന്ത്യ നേരിട്ട് ബ്രിട്ടീഷ് രാജ്യത്തിന്റെ റൂളിലായിരുന്നു. അവിടെയുള്ള രാജാവ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ആണ് എല്ലാം ഭരിക്കാൻ വേണ്ടി പോകുന്നത്. എങ്കിൽ മൊത്തം നമുക്ക് ആക്ട്സിനെ 2ആയി തിരിക്കാം. ഒന്ന് 1773 to 1858, രണ്ടാമത്തെ 1858 to എന്താണ് ആക്ച്വലി 1947. ഇങ്ങനെ നമുക്ക് 2ആയിട്ട് എന്ത് ചെയ്യാവുന്നതാണ്, തിരിക്കാവുന്നതാണ്. അങ്ങനെ തിരിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ആദ്യ ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 1858 വരെ. ഇതിൽ ഒറ്റ കൺസെപ്റ്റേ ഉള്ളൂ. ഒരു കമ്പനി ഉണ്ട്, എന്താ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് പവർ ആര് വാങ്ങിയെടുക്കണം, ബ്രിട്ടീഷ് പാർലമെന്റ് വാങ്ങിയെടുക്കണം. ഇപ്പോൾ ഉള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും തമ്മിലല്ല, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബ്രിട്ടീഷ് പാർലമെന്റും തമ്മിലാണ്. അങ്ങനെ പതുക്കെ പതുക്കെ അവൻ എന്ത് ചെയ്യും, പവർ എടുക്കും. 1773 തുടങ്ങിയിട്ട് 1858 വരെ. ഇത്രയും കാര്യം ഒക്കെ അല്ല, ഇത്രയും കാര്യം കണ്ടാണല്ലോ. ഓക്കെ, എങ്കിൽ നമുക്ക് ചാർട്ടർ ആക്ട് 1813 പോകാം. ചാർട്ടർ ആക്ട് 1813 ഇൻട്രൊഡക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നടന്ന കാര്യങ്ങൾ ഒരു മിനിറ്റ് റിവിഷൻ. ഒന്ന്, 1773 ആക്ട് വന്നിട്ടുണ്ടായിരുന്നു കമ്പനിയെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ടാണ് കമ്പനിയെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അതിന്റെ പേരാണ് റെഗുലേറ്റിംഗ് ആക്ട്. ഓക്കെ, ഈ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം കമ്പനിയുടെ അധികാരം നമ്മൾ എന്ത് ചെയ്തു, ആക്ച്വലി ഒന്ന് കുറയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ വലുതായിട്ട് കമ്പനി എന്ത് ചെയ്തിട്ടില്ല, ഒന്നും കൺട്രോൾ ചെയ്യാനോ തീരുമാനിച്ചിട്ടില്ല. പ്രധാനപ്പെട്ട കാരണം അഴിമതിയും എന്താ പറയാ സ്വജനപക്ഷപാതമായിരുന്നു. പ്രധാനപ്പെട്ട പ്രശ്നം എന്താ, അഴിമതിയായിരുന്നു. ഈ നെക്സ്റ്റ് ആക്ട് ആണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്. നമ്മള് എന്താ പറയാ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, അഴിമതി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ കമ്പനിയുടെ എന്താ പറയാ ഭരണത്തെ എന്ത് ചെയ്യണം, മാറ്റണം. അത് മാറ്റാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് ആദ്യമായിട്ട് കമ്പനിയിൽ നേരിട്ട് ഭരിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അത് ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. കമ്പനിയിൽ 2 സിസ്റ്റം ഉണ്ട്. ഒന്ന് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, രണ്ടാമത്തെ ബോർഡ് ഓഫ് കൺട്രോൾ. ഈ ബോർഡ് ഓഫ് കൺട്രോളിലാണ് ബ്രിട്ടീഷ് പാർലമെന്റ് എന്ത് ചെയ്യാൻ പോകുന്നത്, കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. 1793 വന്നു, ബോർഡ് ഓഫ് കൺട്രോളിന്റെ പവർ എന്ത് ചെയ്തു, കൂട്ടി. ഓക്കെ, അതേപോലെ കമ്പനിയുടെ മൊത്തം പ്രവർത്തനം ആര് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി, ബ്രിട്ടീഷ് പാർലമെന്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതിനുശേഷം അവർ പറഞ്ഞു 20 വർഷത്തേക്ക് എന്ത് ചെയ്യാം, ഞങ്ങൾ ചാർട്ടർ ഇൻക്രീസ് ചെയ്യാം, 20 വർഷം കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, പുതുക്കി നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ 20 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ് 1793 ആണെങ്കിൽ ഇന്നത്തെ ക്ലാസ് എന്താ, 1813 ആണ്. അപ്പൊ നമുക്ക് 1813 സ്റ്റാർട്ട് ചെയ്താലോ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ദ ചാർട്ടർ ആക്ട് ഓഫ് 1813. ചാർട്ടർ എന്ന് വെച്ചാൽ എന്താ, ഒരു ഉടമ്പടിയാണ്. ആരും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഉടമ്പടി, ബ്രിട്ടീഷ് പാർലമെന്റും അതേപോലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഉടമ്പടി. ഈ ഉടമ്പടി ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, പുതുക്കണം. എത്ര വർഷം കൂടുമ്പോഴാണ് പുതുക്കുക, 20 വർഷം കൂടുമ്പോഴാണ് പുതുക്കുക. എങ്കിൽ ചാർട്ടർ ആക്ട് ഓഫ് 1813 എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ആക്ടുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ്. എല്ലാ ആക്ട് എടുക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ പറയുന്നത്. ഓക്കെ, ഇങ്ങനെ എല്ലാ ആക്ട് എടുക്കുമ്പോഴും പറയാനുള്ള സാധ്യതയില്ല. ചില പ്രത്യേക ആക്ടിലാണ് പറയുക.
അങ്ങനെയെങ്കിൽ അങ്ങനത്തെ ഒരു ആക്ട് ആണ് 1813 ആക്ട്. ഈ ആക്ടിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 വർഷത്തേക്ക് എന്ത് ചെയ്യാം, വീണ്ടും കമ്പനിക്ക് ചാർട്ടർ പുതുക്കി കൊടുക്കുക. അപ്പൊ കമ്പനി പറഞ്ഞു എന്താ, അമ്മേ രക്ഷപ്പെട്ടു. ഓക്കെ, എന്താ കാര്യം, 20 വർഷത്തേക്ക് എന്ത് കിട്ടി, വീണ്ടും കിട്ടിയില്ലേ. അപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. കമ്പനി എന്ത് പറഞ്ഞു, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ എന്താ 20 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ബ്രിട്ടീഷ് പറഞ്ഞു അങ്ങനെയല്ല, ഇതിൽ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്, മാറ്റാൻ വേണ്ടി പോകുന്നുണ്ട്. എന്താണ് മാറ്റുന്നത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 3 കാര്യങ്ങൾ. ഒന്നിന്റെ പേര് മോഡേണൈസേഷൻ, രണ്ടാമത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ഞങ്ങൾ എന്ത് ചെയ്യും, മാറ്റുന്നതായിരിക്കും, ഇന്ത്യൻ എക്കണോമിയെ ഞങ്ങൾ മാറ്റുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ കമ്പനിക്ക് പറഞ്ഞു ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല, ഡീറ്റെയിൽ ആയിട്ട് പറയാമോ. അപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റ് പറഞ്ഞു ഇനി വരുന്ന സ്ലൈഡുകൾ എന്തുണ്ട്, ഡീറ്റെയിൽ ആയിട്ടുണ്ട്, അപ്പൊ പഠിക്കാൻ വേണ്ടി തയ്യാറാക്കിക്കോ. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് അവർ പറഞ്ഞ കാര്യം, ചാർട്ടർ ആക്ട് 1813 വിളിക്കുന്ന വേറൊരു പേരാണ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് ഓഫ് 1813. അപ്പൊ എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചാർട്ടർ ആക്ട് 1813 പൊന്നപ്പനാണെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് എന്താ, തങ്കപ്പനാണ്. തങ്കപ്പനും പൊന്നപ്പനും എന്താ, സെയിം ആണ്. എന്ന് വെച്ചാൽ ചാർട്ടർ ആക്ട് ഓഫ് 1813 വേറൊരു പേരാണെന്ത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട്. അപ്പൊ കഴിഞ്ഞ ആക്ട് ഉണ്ടായിരുന്നില്ലേ, ചാർട്ടർ ആക്ട് ഓഫ് 1793, അതിന്റെ പേരെന്തായിരുന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട്. എന്ന് വെച്ചാൽ ഈ ആക്ട് എന്തിനാ ഉണ്ടാക്കുന്നത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്നത്. പവർ ആർക്ക് കൂടുതൽ കൊടുക്കണം, ബ്രിട്ടീഷ് പാർലമെന്റ് പവർ കൂടുതൽ കൊടുക്കണം. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്താ പഠിച്ചത്, 20 വർഷത്തേക്ക് കൂടി നമ്മൾ കമ്പനിയുടെ ചാർട്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ കമ്പനി ഇനിയും ഇവിടെ നിൽക്കണോ വേണ്ടയോ എന്നുള്ളത് അവർ എപ്പോ തീരുമാനിക്കുന്നതായിരിക്കും, 20 വർഷം കഴിഞ്ഞ് തീരുമാനിക്കുന്നതായിരിക്കും. ഓക്കെ, അത്രയും കാര്യമൊക്കെ അല്ലേ. അവർ എപ്പോ തീരുമാനിക്കും, 20 വർഷം കഴിഞ്ഞ് തീരുമാനിക്കുന്നതായിരിക്കും. അപ്പൊ നെക്സ്റ്റ് വർഷം എപ്പോഴാണ് വരാൻ പോകുന്നത്, 1833, 1833 നെക്സ്റ്റ് വർഷം വരിക. എങ്കിൽ നെക്സ്റ്റ് ചാർട്ടർ ആക്ട് എപ്പോഴാ, 1833 ഇത്രയും കാര്യം ഒക്കെ ആയ ഒരു കാര്യമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. എങ്കിൽ ബാക്കി കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോ എന്താണ് ഈ പരിപാടി നമുക്ക് നോക്കാം. ഓക്കെ, ഈ പരിപാടിയിൽ അവർ പറഞ്ഞ കാര്യം, എക്കണോമി ഞങ്ങൾ മാറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ കമ്പനി ചോദിച്ചു എന്താ മോനെ എക്കണോമിയിൽ മാറ്റം ഉണ്ടാക്കാൻ പോകുന്നത്, ഇത്രയും കാലം ഇവിടെ മോണോപ്പൊളി ആയിരുന്നു. അപ്പൊ കമ്പനി പറഞ്ഞു മനസ്സിലായില്ല, ബ്രിട്ടനിൽ ഒരുപാട് കമ്പനി ഉണ്ട്, ബ്രിട്ടനിൽ ഒരുപാട് കമ്പനിയെ വിട്ടിട്ട് നിനക്ക് മാത്രം ഞങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ചാർട്ടർ തന്നിട്ടുള്ളൂ. സാർ ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാ, സിമ്പിൾ ആയ കാര്യമാണ്. ഇന്ത്യയിൽ ഒരുപാട് കമ്പനി ഉണ്ടെന്ന് വിചാരിക്കേണ്ട ഒരുപാട് കമ്പനി ഉണ്ടല്ലോ, റിലയൻസ് ഉണ്ട്, അദാനി ഉണ്ട്, ടാറ്റയുണ്ട്, ബിർളയുണ്ട്, ഒരുപാട് കമ്പനീസ് ഇല്ലേ, TCS ഉണ്ട്, വിപ്രോ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് കമ്പനി ഉണ്ടല്ലോ. ഓക്കെ, മതി ഞങ്ങൾക്ക് മനസ്സിലായ ഒരുപാട് കമ്പനി ഉണ്ട്. ഈ കമ്പനിയിൽ അമേരിക്കയുമായിട്ട് എന്താ ഡീൽ ഉണ്ടാക്കുന്ന ഒരുപാട് കമ്പനി ഉണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് പറയാണ് തൽക്കാലത്തേക്ക് റിലയൻസ് മാത്രം എന്ത് ചെയ്താൽ മതി, അങ്ങോട്ട് പോയാൽ മതി എന്നുള്ളത്. എന്ന് വെച്ചാൽ ഇതേ ലോജിക് നമ്മളിവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ബ്രിട്ടനിൽ ഒരുപാട് കമ്പനി ഉണ്ട്, പക്ഷെ ഇന്ത്യയുമായിട്ട് വ്യാപാരം ചെയ്യാനുള്ള അധികാരം ഒരേ ഒരു കമ്പനിക്ക് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അടുത്ത ഡൗട്ട്, സാർ എന്താ സാർ ഒരേ ഒരു കമ്പനിക്ക് കൊടുത്തത്, വേറെ കമ്പനിക്ക് കൊടുക്കണ്ടേ? ഓക്കെ, അതിനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കിയത് 1600-ലല്ലേ, 1600-കളില് ഇന്ത്യ പിടിക്കാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസ് ഉണ്ട്, ഡച്ചുകാരുണ്ട്, ഫ്രഞ്ചുകാരുണ്ട്, നെതർലൻഡ്സുകാരുണ്ട്, അപ്പൊ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഈ ഒരുപാട് ആളുകളായിട്ട് എന്ത് ചെയ്യണം, തട്ടി മുട്ടി മത്സരിച്ച് ഇടിച്ച് വേണം മുന്നിലോട്ട് വരാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നമ്മൾ ഒരുപാട് കമ്പനിക്ക് അധികാരം കൊടുത്തു എന്ത് വരും, പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റ് എന്ത് പറഞ്ഞു, സിമ്പിൾ ആയിട്ട് ഒരു കമ്പനി പോയാൽ മതി എന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ഇന്ത്യയുടെ ഭരണം അവർക്ക് എന്ത് കിട്ടുന്നത്, മോണോപ്പൊളി ആയിട്ട് കിട്ടുന്നത്. വർഷം 1813 കമ്പനിയിലാണെങ്കിൽ ഫുൾ അഴിമതിയും പ്രശ്നങ്ങളല്ലേ ബ്രിട്ടീഷ് പാർലമെന്റിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രധാന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിയിൽ ഉണ്ടായ മാറ്റം. ഇതുവരെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സോപ്പ് മാത്രമേ കിട്ടുള്ളൂ, ഇനി മുതൽ ലോകത്തുള്ള എല്ലാവരുടെയും എന്ത് ചെയ്യുന്നതായിരിക്കും, കിട്ടുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ കമ്പനി പറഞ്ഞ് ഈ പരിപാടിയൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അനുവദിക്കാം, പക്ഷേ 1793 ഞങ്ങൾ ഒരു പുതിയ സാധനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ പുതിയ സാധനത്തിന്റെ പേരാണ് പ്രൈവറ്റ് ട്രേഡ്, അല്ലെങ്കിൽ എന്ത് വിളിക്കും, കൺട്രി ട്രേഡ് എന്ന് വിളിക്കും. അതെന്താ, അതായത് ഞങ്ങൾ ചൈനയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡീല് നടത്തുന്നുണ്ട്, ചായ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ ആക്ടിലല്ലേ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ആ സംഭവം ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അത് ഞങ്ങളായിട്ട് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതല്ലേ. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആകെ എന്താ, പ്രൈവറ്റ് ട്രേഡ് അല്ലെങ്കിൽ കൺട്രി ട്രേഡ് മാത്രം പറഞ്ഞിട്ട് പോയി 1793-ല്. ഓക്കെ, അതിനെ ചൈനീമാൻ നടപ്പണാക്കണം, അത് കറുപ്പ് വ്യാപാരമുണ്ട്, ഇഷ്ടംപോലെ പൈസ കിട്ടുന്ന പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞ് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് ഞങ്ങളാണ്. കണ്ടുപിടിച്ചിട്ട് ആകെ എത്ര വർഷമായിട്ടുള്ളൂ, 20 വർഷമായിട്ടുള്ളൂ. എങ്കിൽ അത് ഞങ്ങൾ വിട്ടുതരില്ല, അത് ഞങ്ങൾ എന്ത് ചെയ്യില്ല, വിട്ടുതരില്ല എന്ന് പറഞ്ഞു. ബ്രിട്ടീഷ് പാർലമെന്റ് പറഞ്ഞേ ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, ഇന്ത്യയുമായിട്ടുള്ള എല്ലാ വ്യാപാരവും എന്തായിരിക്കും, എല്ലാവർക്കും വരാം. പക്ഷെ ചൈനയുമായിട്ടുള്ള ട്രേഡും ചായ, ഓക്കെ, ചായ പ്രധാനമായിട്ട് ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുണ്ട്, പക്ഷെ പ്രധാനമായിട്ട് എവിടെ നിന്നാ, ചൈനയിൽ നിന്നാണ്. അപ്പൊ ചൈനയിൽ നിന്നുള്ള ചായയുടെ ട്രേഡും അതേപോലെ എന്താ
ചൈനയുമായിട്ടുള്ള കറുപ്പ് കറുപ്പ് നമ്മുടെ കഞ്ചാവിന്റെ വേറൊരു സാധനം, ആ ട്രേഡും എന്തായിരിക്കും, നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലായിരിക്കും. ബാക്കി എല്ലാം എന്താ, എല്ലാവർക്കും ഓപ്പൺ ആയിരിക്കും. എങ്കിൽ ഇത് ഇന്ത്യൻ ട്രേഡിനെ എന്ത് ചെയ്തു, ലിബറലൈസ് ചെയ്തു. സർ ലിബറലൈസേഷൻ ഞങ്ങൾ ഇവിടെ കേട്ടിട്ടുണ്ട്, എക്കണോമിക്സിലാണ്. അപ്പൊ ലിബറലൈസേഷൻ അർത്ഥം എന്താ, തുറക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്തു, തുറന്നു. അപ്പൊ എല്ലാ ബ്രിട്ടീഷ് വ്യാപാരികൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി പറ്റും, ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ പറ്റും, വ്യാപാരം നടത്താൻ വേണ്ടി പറ്റും. അപ്പൊ ഒരു ഇന്ത്യക്കാരനായ ഒരാൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സോപ്പ് ഉണ്ട്, ചാർലി കമ്പനിയുടെ സോപ്പ് ഉണ്ട്, ബാർലി കമ്പനിയുടെ സോപ്പ് ഉണ്ട്. അതെന്താ സാർ എങ്ങനെ ഉദ്ദേശിച്ചത്, അതായത് ബ്രിട്ടനിൽ നിന്ന് വേറെ ഒരുപാട് കമ്പനി വരുന്നുണ്ട്. ഇതാണ് എക്കണോമിയിൽ ഉണ്ടാക്കിയ മാറ്റം. എങ്കിൽ ഒറ്റ ലൈനിൽ എന്താണ് ചാർട്ടർ ആക്ട് 1813 എക്കണോമിയിൽ മാറ്റം ഉണ്ടാക്കിയത് എന്ന് നമ്മൾ നോക്കണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒറ്റ കാര്യമുള്ളൂ, അടഞ്ഞ എക്കണോമിയെ തുറന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരു കമ്പനി അവിടെ ഉണ്ടായിരുന്നുള്ളൂ, ആ കമ്പനി മാത്രം എന്ത് ചെയ്യുള്ളൂ, ഭരിക്കുള്ളൂ. സോറി, ഭരിക്കുകയല്ല, കമ്പനിയുടെ പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് പകരം എന്ത് വന്നു, എല്ലാ കമ്പനിയും വന്നു. ഇത്രയും കാര്യം ഓക്കെ ആയ, ഡണ്ണായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ ഓക്കെ. എങ്കിൽ അത് മാത്രമല്ല അവിടെ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്, എക്കണോമിയിൽ മാത്രമല്ല, ഞങ്ങൾ ഇന്ത്യ എന്ത് ചെയ്യാൻ പോവാണ്, മോഡേണൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആ മോഡേണൈസ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ കൊടുക്കും, രണ്ടെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അലോക്കേഷൻ കൊടുക്കും. സർ എന്താണ് ഈ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു കമ്പനി അല്ലല്ലോ, ഒരുപാട് കമ്പനി ഇങ്ങോട്ട് വരുന്നില്ലേ, ഈ കമ്പനിക്കൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി ആളെ വേണമെങ്കിൽ ബ്രിട്ടനിൽ നിന്ന് ആളെ കൊണ്ടുവരാൻ പറഞ്ഞാൽ ബ്രിട്ടനും ഇന്ത്യ എത്ര ദൂരത്താ, ഓരോ പരിപാടിക്ക് ആളെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടല്ലേ, അതിനേക്കാൾ നല്ലത് ഇവിടെ നിന്ന് ആളെടുക്കുന്നതല്ലേ. ഇവിടെയുള്ള ആളുകൾക്ക് ബ്രിട്ടീഷുകാരായിട്ട് ഹാഷ്പൂഷ് ഇംഗ്ലീഷ് എന്ത് ചെയ്യാൻ പറ്റില്ല, സംസാരിക്കാനും പറ്റുന്നില്ല. എങ്കിൽ അവരെ എന്ത് ചെയ്യുക, എഡ്യൂക്കേറ്റ് ചെയ്യുക. എഡ്യൂക്കേറ്റ് ചെയ്തതിനു ശേഷം അവർക്ക് ബേസിക് ആയിട്ടുള്ള മാത്സും കുറച്ച് ലോജിക്കും റീസണിങ് ഒക്കെ പഠിപ്പിച്ചതിന് ശേഷം കുറച്ച് ഇംഗ്ലീഷ് ഭാഷയും പഠിപ്പിച്ചിട്ട് എന്താ, നമുക്ക് ഇവിടെ ഉദ്യോഗസ്ഥരായിട്ട് നിർത്താൻ പറ്റും. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്യണം. ഇനി ആ വിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിക്കുക, അതിന് പൈസ വേണ്ടേ, അപ്പൊ എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ അലോക്കേഷൻ കൊടുക്കുകയും വേണം. ഇന്ത്യയിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ആക്ച്വലി ഫിനാൻഷ്യൽ അലോക്കേഷൻ കൊടുക്കുകയും വേണം. ഇത് രണ്ട് പ്രധാന കാരണങ്ങളാണ് ഇന്ത്യയെ മോഡേണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഈ ആക്ടിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, ബ്രിട്ടീഷ് പാർലമെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത്രയും കാര്യം ഓക്കെ ആയോ? സോ അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവര്, സർ നടുവിൽ മിഷണറി ആക്ടിവിറ്റി ഉണ്ട്, അത് മോഡേണൈസ് ചെയ്യുന്ന ആക്ടിവിറ്റി അല്ല, സോഷ്യൽ ചേഞ്ചസ് ആണ്. കുറെ കാലമായിട്ട് ബ്രിട്ടനിൽ ക്രിസ്ത്യാനിറ്റി ഉണ്ട്, ആ ക്രിസ്ത്യാനിറ്റിയെ ലോകം മുഴുവൻ എന്ത് ചെയ്യണം, പടർന്ന് പരത്തണം. ഇന്ത്യയിലാണെങ്കിൽ വരാനും പറ്റുന്നില്ല. അങ്ങനെ 1813 പ്രകാരം ആദ്യമായിട്ട് മിഷണറി ആക്ടിവിറ്റി എന്ത് ചെയ്തു, ഇന്ത്യയിലേക്ക് അനുവദിച്ചു. എന്ന് വെച്ചാൽ അവിടെ നിന്ന് അച്ഛന്മാര് എങ്ങോട്ട് വന്നു, ഇന്ത്യയിലേക്ക് വന്നു. എങ്കിൽ നിങ്ങൾ തന്നെ പറ, 1813 ശേഷം സൊസൈറ്റിയിൽ ചേഞ്ച് ഉണ്ടായില്ലേ, ഉണ്ടായി. പൊളിറ്റിക്കൽ ചേഞ്ച് ഉണ്ടായില്ലേ, ഉണ്ടായി. എക്കണോമിക്കലി ചേഞ്ച് ഉണ്ടായില്ലേ, ഉണ്ടായി. ഓക്കെ, എന്താണ് സൊസൈറ്റിയിൽ ചേഞ്ച് ഉണ്ടായത്, മിഷണറി ആക്ടിവിറ്റി വന്നു. എന്താണ് പൊളിറ്റിക്കൽ ചേഞ്ച് ഉണ്ടായത്, ആക്ച്വലി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം കുറെ കൂടി ആർക്ക് കിട്ടി, ബ്രിട്ടീഷ് പാർലമെന്റ് കിട്ടി. എന്താണ് എക്കണോമിയിൽ മാറ്റം ഉണ്ടായത്, എന്താ പറയാ, നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് മാറ്റിയിട്ട് ഇപ്പൊ ആര് വന്ന്, മൊത്തം എല്ലാവരും വന്നു, എല്ലാ കമ്പനിയും വന്നു. ഇത്രയും കാര്യം ഒക്കെ ആണല്ലോ? അതെ. അപ്പൊ 1813 കാലഘട്ടത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ച് നമുക്ക് നോക്കാം. എങ്ങനെയാണ് കമ്പനിയുടെ സിറ്റുവേഷൻ. സിറ്റുവേഷൻ നമ്പർ 1, കമ്പനി ഒരു വലിയ ട്രേഡിംഗ് എൻറ്റിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. എന്നുവെച്ചാൽ എന്താ, ബിസിനസ് നല്ലപോലെ നടക്കുന്നുണ്ട്. കാരണം ബ്രിട്ടീഷ് ഭരണം നന്നായി നോക്കുന്നുണ്ട്, അഴിമതിയൊക്കെ കുറച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ശരി, അത് വെറും ട്രേഡിംഗ് കമ്പനി മാത്രമല്ല, ഒരു വലിയ പൊളിറ്റിക്കൽ ഫോഴ്സ് കൂടിയാണ്. എന്ന് വെച്ചാൽ ഒരുപാട് ഇന്ത്യയിലെ ഒരുപാട് നാട്ടുരാജ്യങ്ങൾ ആരുടെ കയ്യിലുണ്ട്, നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലുണ്ട്. മൊത്തം ഇന്ത്യ കിട്ടിയിട്ടില്ല, 1813 ആയിട്ടുള്ളൂ. എങ്കിൽ ഒരുപാട് സ്ഥലം, മൈസൂർ ഉണ്ട്, മദ്രാസ് ഉണ്ട്, ഒക്കെ തിരുവിതാംകൂറുമായിട്ട് എന്താ സന്ധിയുണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ എന്തുണ്ട്, അവരുടെ കയ്യിലുണ്ട്. എങ്കിൽ ഈ പൊളിറ്റിക്കൽ അധികാരവും ഈ ട്രേഡിംഗ് അധികാരവും എല്ലാം കൂടി ഇങ്ങനെ ഒരു കമ്പനിയിൽ വെച്ചിരിക്കുന്നതിൽ ബ്രിട്ടീഷ് പാർലമെന്റ് വലിയ എന്തില്ല, താല്പര്യമില്ല. നേരിട്ട് എന്ത് ചെയ്യണം, അധികാരം ബ്രിട്ടീഷ് പാർലമെന്റ് കയ്യിൽ ഉണ്ടാവണമെന്നാണ് അവർക്ക് താല്പര്യം. അപ്പൊ പതുക്കെ പതുക്കെ അധികാരം മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ആക്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ആക്ടിന്റെ പ്രധാനപ്പെട്ട എന്തുകൊണ്ടാണ് ഈ ആക്ട് ഉണ്ടാക്കുന്നത് എന്നുള്ള സിറ്റുവേഷനെ കുറിച്ച് മനസ്സിലായില്ലേ? ഓക്കെ, എങ്കിൽ നെക്സ്റ്റ് പരിപാടി, ഈ സമയത്തെ ബ്രിട്ടനിലെ കണ്ടീഷൻ എന്നത് നമുക്ക് നോക്കാം. അതായത് ഒരു 1800 തൊട്ട് 1813 വരെ ബ്രിട്ടനിലെ കണ്ടീഷൻ നമുക്ക് നോക്കാം. കണ്ടീഷൻ നമ്പർ 1, ബ്രിട്ടന്റെ കയ്യിൽ പൈസ ഇല്ല. സാർ ഇത്രയും വലിയ രാജ്യത്തിന്റെ കയ്യിൽ പൈസ ഇല്ലേ, എന്താ കാരണം? നെപ്പോളിയനാറ്റിക് വാർ. എന്ന് വെച്ചാൽ ഫ്രഞ്ചിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേരാണ് നെപ്പോളിയൻ.
ഈ നെപ്പോളിയന് ബ്രിട്ടീഷുകാരെ തോപ്പിച്ചിട്ട് ബ്രിട്ടീഷുകാരെ എല്ലാ കോളനിയും എന്ത് ചെയ്യണം, പിടിച്ചെടുക്കണം എന്നാണ് ആഗ്രഹമുള്ളത്. അപ്പൊ ആഗ്രഹമുള്ള നെപ്പോളിയനും ബ്രിട്ടീഷുകാരും തമ്മിൽ എപ്പോഴും ചെകടയാണ്, കണ്ട അടിയാണ്. അങ്ങനെ 1815 വന്നപ്പോ നമ്മുടെ വാട്ടർലൂ എന്ന് പറഞ്ഞ യുദ്ധത്തില് നെപ്പോളിയൻ അവരെന്ത് ചെയ്തു, പരാജയപ്പെട്ടു. ബ്രിട്ടൻ ജയിച്ചു. സമ്മതിച്ചു ബ്രിട്ടൻ ജയിച്ചു, അത് ശരി തന്നെയാണ്. പക്ഷെ മക്കളെ, ജയിച്ചാലും തോറ്റാലും യുദ്ധത്തിന് പൈസ ഇല്ലേ? ഓക്കെ, പൈസ ഇല്ലാതെ യുദ്ധം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ സാമ്പത്തികമായിട്ട് പ്രശ്നമല്ലേ? ബ്രിട്ടനിൽ എന്താ സാമ്പത്തികമായിട്ട് പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ബ്രിട്ടനിൽ ഉണ്ടായിരുന്ന മെർച്ചന്റ്സും മാനുഫാക്ചർ എല്ലാം എന്ത് പറഞ്ഞു, ആക്ച്വലി നേരെ എവിടെ പോയി, ബ്രിട്ടീഷ് പാർലമെന്റ് അടുത്ത് പോയി. ബ്രിട്ടീഷ് പാർലമെന്റ് അടുത്ത് പോയിട്ട് അവരൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? സിമ്പിൾ ആയ കാര്യമാണ്. എന്താ, ഈ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാത്രമല്ല ചെയ്യുന്നുള്ളൂ, ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, വേണം. ഞങ്ങൾ ഇവിടെ അണ്ടം കയറി ഇരിക്കുക, അങ്ങനെ ഞങ്ങൾക്ക് എന്ത് വേണം, പൈസ വേണം. ആര് പറഞ്ഞ്? എന്താ പറയാ, അവിടെ ഉണ്ടായിരുന്ന മെർച്ചന്റ്സ് പറഞ്ഞു. അതാണ് 1813 ഇന്ത്യ എന്ത് ചെയ്യാൻ സാധനം ഓപ്പൺ ചെയ്യാനുള്ള സാധനം. ഇത്രയും കാര്യം മനസ്സിലായ? ഓക്കെ, എക്കണോമിക് പ്രഷർ ഉണ്ട്. അടുത്ത പരിപാടിയാണ് പൊളിറ്റിക്കൽ റിഫോം. പൊളിറ്റിക്കൽ റിഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ച് ബ്രിട്ടനിൽ വലിയ വിലയൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കുറിച്ച് മോശം അഭിപ്രായമാണ്. എന്താ, അവര് ഫുള്ള് കറപ്റ്റ് ആണ്. അത് നമുക്കറിയാലോ. 1773 തൊട്ടേ നമ്മുടെ റോബർട്ട് ക്ലൈവ് കറപ്റ്റ് ആണ്. പിന്നെ വന്നിട്ടുള്ള വില്യം ബെന്റിങ് കറപ്റ്റ് ആണ്. വിജയ് സേതുപതിയുടെ കഥകൾ നമ്മൾ പഠിച്ചതല്ലേ. ഫുള്ള് കറപ്ഷൻ ആണ് ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ. അവരാണെങ്കിൽ ഇൻഎഫിഷ്യന്റും ആണ്. കാര്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല, പണിയെടുക്കുന്നില്ല. സാർ, ഇയാളല്ലേ ഇപ്പൊ 2 മിനിറ്റ് മുമ്പ് പറഞ്ഞത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ നിറയെ പൈസയുണ്ട്, പൊളിറ്റിക്കൽ സംഭവം ഉണ്ടെന്നുള്ളത്? അതല്ലേ മക്കളെ 73 തൊട്ട് മാറ്റം ഉണ്ടാക്കിയില്ലേ? ബ്രിട്ടീഷ് പാർലമെന്റ് പതുക്കെ ബോർഡ് ഓഫ് കൺട്രോൾ ഉപകാരത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് കമ്പനി എന്തായത്, പവറിൽ വന്നത്. എന്നാലും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പഴയ കുറെ ആളുകൾ അവിടെ ഇല്ലേ? അവരെയൊക്കെ അല്ലേ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ അവരെ നമുക്ക് മാറ്റണ്ടേ? എങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ച് ബ്രിട്ടനിലെ പാർലമെന്റേറിയൻസിന് വലിയ അഭിപ്രായമില്ല. അപ്പൊ അവർ എന്ത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേരിട്ട് ഭരിക്കണ്ട, പകരം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരിട്ട് ഭരിക്കാം, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഓക്കെ, ആ ബ്രിട്ടീഷ് പാർലമെന്റ് എല്ലാവരും കൂടി കൂലങ്കഷമായിരുന്നു ആലോചിച്ചിട്ട്, ശരി നമുക്ക് എന്ത് ചെയ്യാം, പതുക്കെ പവർ എടുക്കാം, 73 കൂടുതൽ പവർ എന്ത് ചെയ്യാം, ഇപ്പൊ എടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് 1813 ആക്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, അവിടെയുള്ള റിലീജിയസ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ. എന്താണ് സാർ റിലീജിയസ് കൺസേൺ? ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ക്രിസ്ത്യാനിറ്റി വളർന്നുകൊണ്ടിരിക്കുകയാണ്. വളരട്ടെ. പക്ഷെ ഇന്ത്യയിൽ ക്രിസ്ത്യാനിറ്റി വളരുന്നില്ല. എന്താ പ്രശ്നം? ഇന്ത്യയിൽ ഒരു മൂവ്മെന്റ് ഉണ്ട്. ആ മൂവ്മെന്റിന്റെ പേരാണ് നോൺ ഇൻവോൾവ്മെന്റ് മൂവ്മെന്റ്. എന്ന് വെച്ചാൽ എന്താ? ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പൈസ മാത്രം മതി, വേറെ ഒന്നിലും എന്ത് ചെയ്യില്ല, ഇടപെടില്ല. ഇങ്ങനെ ഒരു മൂവ്മെന്റ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, കൈ വന്നു. ഇങ്ങനെ ഒരു മൂവ്മെന്റ് ആണ് എന്തുള്ളത്, അവിടെ ഉള്ളത്. അത്രയും നേരം ഓക്കെ അല്ലേ? അതെ. അതിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യണം, ഇന്ത്യയിൽ റിലീജിയസ് മൂവ്മെന്റ് കൊണ്ടുവരണം. ഇന്ത്യയിലുള്ള ആളുകളെ ക്രിസ്ത്യാനിറ്റിക്ക് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, ഇന്ത്യയിലുള്ള ആളുകളെ ക്രിസ്ത്യാനിറ്റിക്ക് കൺവേർട്ട് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവർ ക്രിസ്ത്യാനിറ്റി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ ഒരു വിപ്ലവം ഉണ്ടാവും. വിപ്ലവത്തിന്റെ പേരാണ് 1857 വിപ്ലവം, അല്ലെങ്കിൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ് പറയാ. അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കോ, ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും എവിടെയൊക്കെ ബ്രിട്ടീഷ് പോയിട്ടുണ്ടോ അവിടെയെല്ലാം ക്രിസ്ത്യാനിറ്റി എന്ത് ചെയ്യും, നമ്പർ 1 റിലീജിയൻ ആയിട്ട് വന്നിട്ടുണ്ടാവും. പക്ഷെ ഇന്ത്യയിൽ മാത്രം എന്തായിട്ടില്ല, അങ്ങനെ വന്നിട്ടുണ്ടാവില്ല. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ എപ്പോ ക്രിസ്ത്യാനിറ്റി കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചോ, ഇത് അവസാനം എന്തിൽ പോയി അവസാനിച്ചു, ഒന്നാം സ്വാതന്ത്ര്യത്തിൽ പോയി അവസാനിച്ചു. ബ്രിട്ടീഷുകാർ പറഞ്ഞ്, മക്കളെ, ഞങ്ങൾ നിങ്ങളുടെ മതത്തിലേക്കോ സൊസൈറ്റിക്കോ ഒരു ഇന്റർഫിയറൻസ് ചെയ്യില്ല, ഞങ്ങൾ പഴയ പോലെ എന്ത് ചെയ്യുക, നോൺ ഇന്റർഫിയറൻസുമായി നിൽക്കാന്ന് പറഞ്ഞ്. ഓക്കെ, അപ്പൊ ഇത്രയും കാലം നോൺ ഇന്റർഫിയറൻസ് ആയിരുന്നു, കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആ നോൺ ഇന്റർഫിയറൻസിനെ മാറ്റിയതിന് ശേഷം ഇന്റർഫിയറൻസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ 1813 സൊസൈറ്റിയിലേക്ക് ഇന്റർഫിയറൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് ആദ്യമായി തീരുമാനിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ക്രിസ്ത്യാനിറ്റി എന്ത് ചെയ്യും, ഇന്ത്യയിലേക്ക് വരുന്നതായിരിക്കും. ഈ സിസ്റ്റം മനസ്സിലായ? ഓക്കെ, ആ സിസ്റ്റം മനസ്സിലായെങ്കിൽ നെക്സ്റ്റ് പരിപാടി ഹ്യൂമാനിറ്റേറിയൻ കൺസേൺസ് ഉണ്ട്. എന്താണ് സാറേ ഈ ഹ്യൂമാനിറ്റേറിയൻ കൺസേൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഭയങ്കര സിമ്പിൾ ആണ്. ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലുള്ള ആളുകളെ മിസ്ട്രീറ്റ് ചെയ്യുന്നു, അവരെ എന്ത് ചെയ്യുന്നു, അവരെ ആക്രമിക്കുന്നു, അവരെ എന്ത് ചെയ്യുന്നു, ഉപദ്രവിക്കുന്നു. പിന്നെ ബ്രിട്ടീഷുകാർ ഉപദ്രവിക്കാത്ത പോലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1858 പോയതിനു ശേഷം പിന്നെ ഇന്ത്യക്കാർ മുഴുവൻ സുഖമായിട്ടിരിക്കുകയായിരുന്നല്ലോ, ഒരു പ്രശ്നമില്ലല്ലോ എന്ന് നിങ്ങൾ ചോദിക്കും, എന്ന് ഞാനും ചോദിക്കും.
പക്ഷെ സിറ്റുവേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഉപദ്രവങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അവിടേക്ക് റിലീജിയസ് ആക്ടിവിറ്റി പോകണം, അവിടെ എന്ത് ചെയ്യണം, ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ പോകണം, എന്നിട്ട് നല്ല നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യണം, ചെയ്യണം. ഇതിന് പതുക്കെ അവർ എന്ത് ചെയ്യണം, ക്രിസ്ത്യാനിറ്റിക്ക് മാറണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം നേടിയെടുക്കുള്ളൂ എന്ന് റിലീജിയസ് ലീഡേഴ്സ് എല്ലാം പോയിട്ട് എവിടെ പറഞ്ഞു, നമ്മുടെ പാർലമെന്റിൽ പറഞ്ഞു. അപ്പൊ പാർലമെന്റ് എന്ന് പറഞ്ഞ് ഓക്കെ, നോ പ്രോബ്ലം, എന്ത് ചെയ്തോളൂ, നിങ്ങൾ എങ്ങോട്ട് വെക്കോളൂ, നിങ്ങൾ ഇന്ത്യയിലേക്ക് വെക്കോളൂ എന്ന് പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെയാണ്. അതെ, എങ്കിൽ പ്രീവിയസ് ചാർട്ടേഴ്സ്, ചാർട്ടർ നമ്പർ 1 1773 ചാർട്ടർ, ചാർട്ടർ നമ്പർ 2 1793 ചാർട്ടർ, ചാർട്ടർ നമ്പർ 3 എന്താ 1813 ചാർട്ടർ. ഓക്കെ, അപ്പൊ 3 ചാർട്ടറും ഒരു ആക്ടും, പിറ്റ്സ് ഇന്ത്യ ആക്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ ഇല്ലേ. അപ്പൊ 1773, 1784, 1793 ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് പറഞ്ഞിട്ടില്ലേ, 20 വർഷം കൂടുമ്പോൾ റിന്യൂ ചെയ്യാന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ എന്തായാലും ഒരു ആക്ട് ഉണ്ടാക്കണം, 20 വർഷം ആയല്ലോ. 1793 ശേഷം 1813 ആക്ട് ഉണ്ടാക്കണം. ചുമ്മാ റിന്യൂ ചെയ്യാന്ന് മാത്രം ഒരു വാക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പണിയേ ഉള്ളൂ ചാർട്ടർ ആക്ട് 1813. പക്ഷെ അങ്ങനെ ചെയ്യില്ല. കാരണം എന്താ, പതുക്കെ പതുക്കെ പവർ എവിടേക്ക് പോകണം, ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് പോകണം. എങ്കിൽ ഈ ചാർട്ടർ ആക്ട്സിന്റെ പ്രധാനപ്പെട്ട ഗുണം അവിടെ നീല ലെറ്ററിൽ എന്താ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഈച്ച് സബ്സിക്വന്റ് ആക്ട് reduce the company's powers while increasing government oversight. എന്ന് വെച്ചാൽ എന്താ, ഓരോ ആക്ട് വരുമ്പോഴും 1773 തൊട്ട് ഓരോ ആക്ട് വരുമ്പോഴും കമ്പനിയുടെ പവർ എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പവർ കുറയുമ്പോൾ ആരുടെ പവർ കൂടുന്നു, ബ്രിട്ടീഷ് പാർലമെന്റിന്റെ പവർ കൂടുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ, ഇത്രയും കാര്യം ഓക്കെ ആണോ? അപ്പൊ ഒന്നാമത്തെ ഭാഗം മനസ്സിലായോ, ഇതിന്റെ ഇൻട്രൊഡക്ഷൻ. രണ്ടാമത്തെ ഭാഗം മനസ്സിലായോ, കമ്പനിയിൽ ഈ ബ്രിട്ടനിൽ എന്തൊക്കെയാണ് കണ്ടീഷൻസ് ഉള്ളത്. ഓക്കെ, എങ്കിൽ ചാർട്ടർ ആക്ടിന്റെ പ്രൊവിഷൻസ് എന്തൊക്കെയായിരിക്കും ഇതിൽ പറഞ്ഞിട്ടുണ്ടാവുക, നിങ്ങൾ തന്നെ പറഞ്ഞോ. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളാണ് ആ ചാർട്ടർ ആക്ടിന്റെ വ്യവസ്ഥയിൽ എഴുതി വെക്കാൻ പോകുന്നത്. ഒന്നാമത്തെ വ്യവസ്ഥ എന്താ, ചാർട്ടർ ആക്ട് 1813 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മോണോപ്പൊളി എന്ത് ചെയ്തു, എൻഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് തേയിലയുടെ വ്യാപാരവും ചൈനയുടെ വ്യാപാരവും എന്ത് ചെയ്തു, നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, അത് ആർക്ക് കൊടുക്കും, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായിരിക്കും. കമ്പനിയുടെ റൂള് 20 വർഷത്തേക്ക് കൂടി എന്ത് ചെയ്തു, നീട്ടി. അപ്പൊ ഈ റൂള് നീട്ടണോ വേണ്ടോ എന്ന് എപ്പോ തീരുമാനിക്കും, 1833 തീരുമാനിക്കും. പക്ഷേ ഇത് മുഴുവൻ ആരുടെ കൺട്രോളിലായിരിക്കും, ക്രൗണിന്റെ. ക്രൗൺ എന്ന് വെച്ചാൽ എന്താ, രാജാവ് നേരിട്ട് ഭരിക്കില്ലല്ലോ. അപ്പൊ ആരാ നോക്കാൻ പോകുന്നത്, ബ്രിട്ടീഷ് പാർലമെന്റ്. എങ്കിൽ എഡ്യൂക്കേഷൻ ഫണ്ട് ഉണ്ടാ, ഉണ്ട്. മിഷണറി ആക്ടിവിറ്റി വന്നിട്ടുണ്ടാ, ഉണ്ട്. ഓക്കെ, ബ്രിട്ടീഷ് ടെറിട്ടറിയെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നുണ്ടാ, ഉണ്ട്. സർ ബാക്കിയെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു. എന്താണ് ഈ ബ്രിട്ടീഷ് ടെറിട്ടറിയെ ഡിഫൈൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയില് ബ്രിട്ടീഷുകാർ ഭരിക്കുന്നത് എവിടെയാണ്, അതിന്റെ മാപ്പ് എന്താണ്, എങ്ങനെയായിരിക്കണം, ഏതൊക്കെ ടെറിട്ടറിയിലാണ് നമ്മുടെ പവർ ഉള്ളത്, ഏതൊക്കെ ടെറിട്ടറിയിൽ പവർ ഇല്ല, പവർ ഇല്ലാത്ത ടെറിട്ടറി എന്ത് ചെയ്യണം, അത് പച്ച കളറിൽ വെക്കണോ മഞ്ഞ കളറിൽ വെക്കണോ, ഒരു മാപ്പ് ഉണ്ടെങ്കിൽ പച്ച മഞ്ഞ നീലയൊക്കെ ഉണ്ടാവില്ലേ, അത് ഏത് കളറിൽ വെക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ ആര് തീരുമാനിച്ചു, ബ്രിട്ടീഷ് പാർലമെന്റ് തീരുമാനിച്ചു. ഇത്രയും കാര്യം മനസ്സിലായ. അപ്പൊ 1 എഡ്യൂക്കേഷൻ, 2 മിഷണറി ആക്ടിവിറ്റി, 3 എന്താ, ബ്രിട്ടീഷ് ടെറിട്ടറി ഡിഫൈൻ ചെയ്യും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ. നെക്സ്റ്റ്, ട്രേഡ് മോണോപ്പൊളി എൻഡ് ചെയ്തില്ലേ. ഓക്കെ, ഇനി ഇന്ത്യയിൽ എന്താണ് ആക്ച്വലി എല്ലാവരും വരില്ലേ എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് മെർച്ചൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് ഇന്ത്യയിലേക്ക് വരാൻ പറ്റും. അപ്പൊ ഇന്ത്യൻ മാർക്കറ്റ് എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്തു. ബ്രിട്ടനിലുള്ള ഒരുപാട് പേരുടെ കമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് എന്ത് ചെയ്തു, പ്രൊട്ടക്ട് ചെയ്തു. എന്ന് വെച്ചാൽ എന്താ പറയാൻ പോകുന്നത്, ബ്രിട്ടനിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ എവിടേക്ക് വന്നു, ഇന്ത്യയിലേക്ക് വന്നു. രണ്ടല്ലേ. അടുത്തത്, എക്സ്റ്റൻഷൻ ഓഫ് കമ്പനി റൂൾ. എത്ര വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത്, 20 വർഷത്തിലേക്ക്. പക്ഷെ ക്രൗണിന്റെ കൺട്രോളും ബ്രിട്ടീഷ് പാർലമെന്റിന്റെ കൺട്രോളും ഡിക്രീസ് ഇൻക്രീസ് ചെയ്യും. എങ്കിൽ ഞാൻ അടുത്ത ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, എവിടെയാണോ ഇരിക്കുന്നത് അവിടെ എന്റെ കൂടെ പറയാ. 1833 ആക്ട് വരുമ്പോ ക്രൗണിന്റെ പവറും ബ്രിട്ടീഷ് പാർലമെന്റ് പവറും ഇൻക്രീസ് ആവോ ഡിക്രീസ് ആവോ? യെസ്, ഇൻക്രീസ് ആവും. 1833 കഴിഞ്ഞാൽ അടുത്ത എന്താ, 20, 1853. അപ്പൊ 1853 വരുമ്പോ ക്രൗണിന്റെ പവറും ബ്രിട്ടീഷ് പാർലമെന്റ് പവറും ഇൻക്രീസ് ആവോ ഡിക്രീസ് ആവോ? യെസ്, ഇൻക്രീസ് ആവും. ഓക്കെ, 1858 വരുമ്പോഴോ അവിടെ അപ്പം സംഭവിക്കുക, ഇനി ഇൻക്രീസും ഡിക്രീസും ഒന്നുമില്ല. മൊത്തമായിട്ട് ആരേറ്റെടുക്കും, ബ്രിട്ടീഷ് കിരീടം, ബ്രിട്ടീഷ് രാജാവും അല്ലെങ്കിൽ രാജ്ഞി, ബ്രിട്ടീഷ് രാജ്ഞിയും ഏറ്റെടുക്കും, ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുക്കുന്നതായിരിക്കും. ഇത്രയും കാര്യം മനസ്സിലായ? ഇത്രയും കാര്യം രണ്ടാണോ? ഓക്കെ, എങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങളായിരിക്കും ഗവർണർ ജനറലിനെ വെക്കുക.
കമ്പനിയുടെ ഒരാളൊന്നും ഉണ്ടാവില്ല, ഗവർണർ ജനറൽ ആയിരിക്കില്ല. ഗവർണർ ജനറൽ വെക്കാൻ പോകുന്നത് ഞങ്ങളായിരിക്കും. ആ ഗവർണർ ജനറൽ ഉണ്ടാവും, പവർ ഉണ്ടാവും. ഓക്കെ, കമ്പനിയുടെ ടോപ്പ് ഒഫീഷ്യൽസിനെ ബ്രിട്ടീഷ് പാർലമെന്റ് ആയിരിക്കും നിയമിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി ഒരു ഗവൺമെന്റ് കമ്പനി ആയിട്ട് മാറാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, നാളെ റിലയൻസ് കമ്പനിയിലുള്ള സിഇഒനെ മുകേഷ് അംബാനിയുടെ മാറ്റിയിട്ട് ആരാവണം സിഇഒ എന്നുള്ളത് ഇന്ത്യൻ ഗവൺമെന്റ് നിശ്ചയിക്കുകയാണെങ്കിലും അവിടെയുള്ള ടോപ്പ് ഒഫീഷ്യൽസിന് മുഴുവൻ PSC എക്സാമിലൂടെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാലും റിലയൻസ് ഒരു പ്രൈവറ്റ് കമ്പനി പോയിട്ട് ഒരു പബ്ലിക് കമ്പനി ആയില്ലേ, അതായത് ഗവൺമെന്റ് കമ്പനി ആയില്ലേ. അപ്പൊ നേരത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു പ്രൈവറ്റ് കമ്പനി ആയിരുന്നു, ഇപ്പൊ എന്താ ഗവൺമെന്റ് കമ്പനി പോലെ ആവാൻ വേണ്ടി പോവാണ്. മനസ്സിലാവുന്നുണ്ടോ? കോൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കണേ. ഓക്കെ, ചുമ്മാ അത് കാണാപ്പാടം പഠിക്കല്ലേ. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഡൺ. ഓക്കെ, എങ്കിൽ ഫണ്ട് അലോക്കേഷൻ, എഡ്യൂക്കേഷൻ വേണ്ടേ? ദാ പിടിച്ചോ 1,00,000 രൂപ. സോ രണ്ട് കൺസെപ്റ്റ്. സോ 1,00,000 രൂപ കൂടുതലാണോ കുറവാണോ? അന്നത്തെ കാലം വെച്ച് നോക്കുമ്പോൾ 1,00,000 രൂപ എന്താ വലിയൊരു തുക തന്നെയാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, പൈസ വന്നിട്ടില്ല. ഇതാണ് ആളുകൾ പറയുന്നത്. ആരാണ് സാറേ ഈ ഉദ്ദേശിച്ച പൈസ വന്നിട്ടില്ല എന്ന് പറയുന്നത്? ഇന്ത്യക്കാര്. ഓക്കെ, ഞങ്ങൾക്ക് എല്ലാവർക്കും എഡ്യൂക്കേഷൻ വേണ്ട ആര് പറയുന്നത്? ഇന്ത്യക്കാര് പറയുന്നത്. കമ്പനിയുടെ സംഭവം എന്താ, അവർക്ക് എല്ലാവർക്കും ഒന്നും എഡ്യൂക്കേഷൻ കൊടുക്കണ്ടല്ലോ, കുറച്ച് പേർക്ക് എഡ്യൂക്കേഷൻ കൊടുത്താൽ മതി. അവരുടെ കമ്പനിയിൽ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്ക് എഡ്യൂക്കേഷൻ കൊടുത്താൽ മതി. ഇതല്ലേ നോക്കുള്ളൂ. അതെ. ഓക്കെ, അപ്പൊ എന്തൊക്കെ പഠിപ്പിക്കും? ലിറ്ററേച്ചർ പഠിപ്പിക്കും, സയൻസ് പഠിപ്പിക്കും, പിന്നെന്താ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കും. ഇതൊക്കെ എന്ത് ചെയ്യുന്നതായിരിക്കും? പഠിപ്പിക്കുന്നതായിരിക്കും. അതിന് എത്ര ലക്ഷം രൂപ? 1,00,000 രൂപ. ഓക്കെ, മിഷണറി ആക്ടിവിറ്റി വന്നു. അങ്ങനെയെങ്കിൽ ആരാണ് സ്കൂൾ ഉണ്ടാക്കാൻ പോകുന്നത്? മിഷണറീസ്. മിഷണറി ആണ് സ്കൂൾ ഉണ്ടാക്കുക. ഹോളി ഫാമിലി, ഓക്കെ, പിന്നെന്താ ഹോളി സെന്റ് ജോൺസ്, സെന്റ് പോൾസ് എന്നൊക്കെ പറഞ്ഞ സ്കൂൾസ് കേട്ടിട്ടില്ലേ? ഓക്കെ, ഈ സ്കൂൾസ് ഒക്കെ ആരാ ഉണ്ടാക്കാൻ പോകുന്നത്? മിഷണറിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയെങ്കിൽ ക്രിസ്ത്യൻ മിഷണറി വന്നിട്ട് ഇവിടെ എന്താ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് എങ്ങനെയായിരിക്കും? സ്കൂളുകളുടെ എന്താ സിറ്റുവേഷനിലായിരിക്കും. പഠിക്കാൻ വേണ്ടി വരുന്നവരും അവരുടെ രക്ഷിതാക്കൾ എന്ത് ചെയ്യും? പതുക്കെ പതുക്കെ എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. പണ്ടത്തെ കാര്യം എന്താ പറയുന്നത്? ഓക്കെ, നീ അതിന്റെ പേര് പ്രശ്നം ഉണ്ടാക്കരുത്, ഇത്രയും കാര്യം ഒക്കെ ആണല്ലോ, പഠിക്കാൻ വേണ്ടി പറയുക. ഇത്രയും കാര്യം ഉണ്ടാണല്ലേ? അതെ. ഓക്കെ, എങ്കിൽ 1813 ഈ ആക്ടിലൂടെ എന്തുണ്ടായി? ഇന്ത്യയില് മിഷണറി ആക്ടിവിറ്റീസിന്റെ സ്റ്റാർട്ടും ഉണ്ടായി. ഓക്കെ, അപ്പൊ ഡിഫൈൻ ബ്രിട്ടീഷ് ടെറിട്ടറി എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞില്ലേ? അപ്പൊ മദ്രാസ് എങ്ങനെയാ, ബോംബെ എങ്ങനെയാ, കൽക്കട്ട എങ്ങനെയാ? ഈ മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്ന് വെച്ചാൽ എന്താ? ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട പ്രവിശ്യകളാണ്. 3 പ്രധാനപ്പെട്ട പ്രവിശ്യയല്ലേ പഠിച്ചിരിക്കുന്നത്? 3 ഒന്ന് മദ്രാസ്, ഒന്ന് ബോംബെ, ഒന്ന് കൽക്കട്ട. ഓക്കെ, ഈ 3 പേരും നേരിട്ട് ആരോട് റിപ്പോർട്ട് ചെയ്യണം? ബ്രിട്ടീഷ് പാർലമെന്റിനോട് റിപ്പോർട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ടെറിട്ടറീസ് ഉള്ള എല്ലാവരും എന്ത് ചെയ്യണം? ബ്രിട്ടീഷ് പാർലമെന്റായിരിക്കും റിപ്പോർട്ട് ചെയ്യേണ്ടത്. അവരുടെ ഭരണഘടനാ പൊസിഷൻ, കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ എന്ന് വെച്ചാൽ എന്താ പറയാൻ പോകുന്നത്? ആക്ച്വലി അവർ എങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത് എന്ന കാര്യത്തിൽ കൃത്യമായി തീരുമാനം എടുക്കാൻ പോകുന്ന ആരായിരിക്കും? ബ്രിട്ടീഷ് പാർലമെന്റ് ആയിരിക്കും. അപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റ് നേരിട്ട് വന്നില്ലേ? അതെ. ഇത്രയൊക്കെ കഥയുണ്ടാവാനും ഇതെല്ലാം പഠിക്കാനും കാരണം എന്താ? അഴിമതി ഉണ്ടായതല്ലേ? അതുകൊണ്ട് സെപ്പറേറ്റ് അക്കൗണ്ട്സ് വെച്ചിട്ടുണ്ടാവണം, എക്സ്പാൻഡഡ് സൂപ്പർവിഷൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ എന്താ? ഓരോ കാര്യത്തിനും സെപ്പറേറ്റ് ആയിട്ട് അക്കൗണ്ട് വെക്കുക. എന്ന് വെച്ചാൽ എന്താ? കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ്, എന്തൊക്കെ വ്യാപാര വിൽപ്പന ചെയ്യുന്നു, ടെറിട്ടോറിയൽ റവന്യൂസ്, നമ്മുടെ കയ്യിലുള്ള മദ്രാസ്, ബോംബെ, കൽക്കട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ കമ്പനിക്ക് എത്ര ടാക്സ് തരുന്നുണ്ട്, അത് വരുമാനമല്ലേ? ആ വരുമാനത്തെ സെപ്പറേറ്റ് എഴുതി വെക്കുക, വരവ് സെപ്പറേറ്റ് എഴുതി വെക്കുക. വരവിൽ എത്ര വരവുണ്ട്? 2 വരവ്. ഒന്ന് കമ്പനി സോപ്പ് വിറ്റിടുന്ന സംഭവം. ഇയാളെന്താ കുറെ നേരിട്ട് സോപ്പ് പറയണം? ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താ സോപ്പ് വെക്കണ കമ്പനിയാ? ഈസ്റ്റ് ഇന്ത്യ കമ്പനി സോപ്പ് മാത്രമല്ല ചീപ്പും വെക്കും. അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരുപാട് സാധനം വെക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, സോപ്പ് ഒരു എക്സാമ്പിൾ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അവര് സോപ്പ് വിറ്റ്, സോപ്പ് പറയണ്ട, അവര് സാധനം വിറ്റ് കിട്ടുന്ന കണക്ക് എന്ത് ചെയ്യണം? ഒരു ബുക്കിൽ എഴുതണം. അവര് എന്താ ഈ ടെറിട്ടറിയിലെ മദ്രാസ്, ബോംബെ, കൽക്കട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ എന്ത് ചെയ്യും? ടാക്സ് കൊടുക്കുന്നതായിരിക്കും. അതെന്ത് ചെയ്യണം? സെപ്പറേറ്റ് ബുക്കിൽ എഴുതണം. എന്നാലല്ലേ ഏത് വരുമാനം എവിടെ വന്നു അറിയുള്ളൂ. പിന്നീട് വരുമാനത്തിന്റെ കാര്യത്തിൽ ഒരു അടിയും പിടിയും ബഹളം ഉണ്ടാകാൻ പറ്റില്ലല്ലോ. ഓൾറെഡി അടിയും പിടിയും ബഹളം ഉണ്ടായിട്ട് 73 എന്താ 13 ഓക്കെ, കുറെ കാലം ആയില്ലേ, അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, എങ്കിൽ ബ്രിട്ടീഷ് ഭരണം ഇതെല്ലാം ചെയ്യാൻ പോകുന്ന ആറിലൂടെയാണ്? ബോർഡ് ഓഫ് കൺട്രോളിലൂടെയാണ്. ദ ബോർഡ് ഓഫ് കൺട്രോൾസ് പവേഴ്സ് ഓഫ് സൂപ്പർവിഷൻ ആൻഡ് ഡയറക്ഷൻ വേർ എക്സ്പാൻഡഡ് സിഗ്നിഫിക്കന്റ്ലി. എന്ന് വെച്ചാൽ എന്താ? നേരത്തെ ഉണ്ടായിരുന്നേക്കാളും എന്ത് ചെയ്തു? കൂട്ടി. ഈ സെപ്പറേറ്റ് അക്കൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് നോക്കാൻ പറ്റും. സൂപ്പർവിഷൻ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഓരോ പരിപാടിയും കൃത്യമായി സൂപ്പർവൈസ് ചെയ്യാൻ പോകുന്നത് ആരായിരിക്കും? ബോർഡ് ഓഫ് കൺട്രോൾ ആയിരിക്കും. ഇത്രയും കാര്യമൊക്കെ ഇൻഡയറക്ട്ലി ആരാണ്? ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. ഡൺ ആണ്. ഓക്കെ, എക്കണോമിക് ഇമ്പാക്ട്.
എന്താണ് എക്കണോമിക്കലി നമ്മൾ ഇതിൽ വരാൻ പോകുന്ന ഇമ്പാക്ട് ആണ് നമുക്ക് നോക്കാം. ഓക്കെ, ട്രേഡ് മോണോപ്പൊളി എൻഡ് ചെയ്തു. ഇത്രയും കാര്യം ഒക്കെ ആണല്ലോ, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. താഴെയുള്ള കാര്യം വായിച്ചു നോക്കുക. ഇൻക്രീസ്ഡ് ബ്രിട്ടീഷ് എക്സ്പോർട്ട് ടു ഇന്ത്യ. ഒരുപാട് പേര് വന്നില്ലേ. അപ്പൊ നേരത്തെ ബ്രിട്ടൻ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത് ആര് മാത്രമേ ഉള്ളൂ? ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാത്രമേ ഉള്ളൂ. അപ്പൊ പ്രധാനപ്പെട്ട പരിപാടി, ഒരുപാട് മർച്ചന്റ്സ് വന്നതോടെ ഇന്ത്യയിലേക്കുള്ള ബ്രിട്ടീഷ് എക്സ്പോർട്ട് എന്ത് ചെയ്തു? കൂടി. അങ്ങനെ ബ്രിട്ടീഷ് എക്സ്പോർട്ട് കൂടിയപ്പോ ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് സാധനങ്ങളുടെ എണ്ണം കൂടി, വെറൈറ്റി കൂടി. ചീപ്പ് ആയിട്ടുള്ള ബ്രിട്ടീഷ് പ്രോഡക്റ്റ് എന്ത് ചെയ്തു? ഇന്ത്യയിലേക്ക് എത്തി. അങ്ങനെയാണെങ്കിൽ ലോക്കൽ ഇൻഡസ്ട്രി എന്ത് ചെയ്തു? പൊളിഞ്ഞു. ടെക്സ്റ്റൈൽ എന്ത് ചെയ്തു? പൊളിഞ്ഞു. ഓക്കെ, അപ്പൊ ഇവിടെ ഒരുപാട് ടെക്സ്റ്റൈൽ കമ്പനികൾ ഉണ്ട്, അതെല്ലാം എന്ത് ചെയ്ത്? പൊളിഞ്ഞ്. പിന്നെ കൃഷിക്കാരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ചെറുകിട വ്യവസായം ഉണ്ടായിരുന്നു, നൂൽ നൂക്കുന്ന വ്യവസായം, എല്ലാം പൊളിഞ്ഞ് എല്ലാവരുടെ കയ്യിലായി, ഇംഗ്ലീഷുകാരുടെ കയ്യിലായി. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പൊ 1833 ആക്ടിലൂടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ നടന്ന മാറ്റം എന്താ? ചെറുകിട വ്യവസായം പൊളിഞ്ഞു, ഇന്ത്യൻ കമ്പനി പൊളിഞ്ഞു, ഇന്ത്യക്കാരുടെ കയ്യിൽ പൈസ ഇല്ല. ഈ ഇന്ത്യക്കാരിൽ പ്രധാനപ്പെട്ട ആളുകൾ മുഴുവൻ വാങ്ങുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടൻ എന്ന് വരുന്ന സ്ഥലത്തു നിന്നാണ്. നേരത്തെ എന്ത് ചെയ്യാം? ഒരു കമ്പനിയെ നോക്കിയാൽ മതിയായിരുന്നു, ഇപ്പൊ എന്ത് ചെയ്യണം? ഒരുപാട് ആളുകൾ നോക്കേണ്ട സിറ്റുവേഷൻ ആയി. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിൽ വരാൻ പോകുന്ന കാര്യം? ഭരണ സംവിധാനത്തിൽ എങ്ങനെയാണ് മാറ്റം ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. സെൻട്രലൈസ്ഡ് ഭരണം തന്നെയാണ്, ഡീസെൻട്രലൈസ്ഡ് അല്ല. സെൻട്രലൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നോക്കാൻ പോകുന്നത് ബംഗാളും തന്നെയാണ്. ഓക്കെ, എന്തില്ല? ഡീസെൻട്രലൈസേഷൻ കൊടുക്കില്ല. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. അപ്പൊ 1813 ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷൻ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കാൻ വേണ്ടി നോക്കി. പക്ഷെ വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫ്രെയിം വർക്ക് നമുക്ക് പഠിക്കാനല്ല. എന്തായിരിക്കും? സെൻട്രലൈസ്ഡ് ഗവർണൻസ് ആയിരിക്കും. എഡ്യൂക്കേഷൻ പ്രൊമോഷൻ, എഡ്യൂക്കേഷൻ ചെയ്യാൻ വേണ്ടി നോക്കിയില്ലേ? ഫണ്ടിങ് ഉണ്ടല്ലോ. ഓക്കെ, എമൗണ്ട് കുറവാണ് കൂടുതലാണെന്നുള്ള ഒരുപാട് ഡിസ്കഷൻ നടക്കുന്നുണ്ട്, നടന്നോട്ടെ, ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ 1813 ആക്ടിലൂടെ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് അവരുടെ കോൺട്രിബ്യൂഷൻ കൊണ്ടുവന്നു. നേരത്തെ നമ്മളിവിടെ പഠിച്ചിരുന്നത് മനുസ്മൃതിയും വേദങ്ങളും അല്ലെങ്കിൽ ഷറിയത്തും എന്താ ഇസ്ലാമിക് ലോ ഒക്കെ ആണെങ്കിൽ അതെല്ലാം മാറ്റിയതിനു ശേഷം സോഷ്യൽ സയൻസ്, മാത്സ്, സയൻസ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, വേൾഡ് ഹിസ്റ്ററി, ഒക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നെല്ലാം നമ്മൾ എന്ത് ചെയ്തു? പഠിക്കാൻ വേണ്ടി തുടങ്ങി. ഇതല്ലേ നമ്മൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിദ്യാഭ്യാസത്തിന് അടിത്തറയിട്ട നിയമമാണ് എന്ത്? ചാർട്ടർ ആക്ട് 1813. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഡൺ അല്ലേ? ഓക്കെ. ഓക്കെ, ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ എന്താണ്? വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് ആദ്യമായിട്ട് ഇന്ത്യക്കാർക്ക് മനസ്സിലാക്കി കൊടുത്ത, അല്ലെങ്കിൽ എന്താ, ഇന്ത്യയിൽ മനസ്സിലാക്കി കൊടുത്ത നിയമമാണെന്ത്? ചാർട്ടർ ആക്ട് 1813. നേരത്തെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഏതോ ചില ഗുരുക്കന്മാരുടെ കയ്യിലും എന്താ, ഏതോ ചില മുസ്ലിയാർമാരുടെ കയ്യിലായിരിക്കും ഉണ്ടാവുക. അതെല്ലാം മാറിയതിനു ശേഷം ഗവൺമെന്റ് ആണ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതെന്നുള്ളതും അതിനുവേണ്ടി സ്കൂൾ ഉണ്ടാക്കേണ്ടത് ഗവൺമെന്റ് ആണെന്നും എല്ലാം പറഞ്ഞ എന്താ? ഈ ചാർട്ടർ ആക്ട് 1813 ആ. ചാർട്ടർ ആക്ട് 1813 ഇങ്ങനെ ഇരുന്ന് ഇന്ത്യയെ ഇങ്ങനെ തിരിച്ചിടാൻ പോവുകയാണ്. ഓക്കെ, പറയുമ്പോൾ ചെറിയൊരു ആക്ടേ ഉണ്ടാവുള്ളൂ, പക്ഷെ മൊത്തം സിറ്റുവേഷൻ എന്ത് ചെയ്ത്? മാറി. ഓക്കെ, അപ്പൊ റിലീജിയസ് ആൻഡ് കൾച്ചറൽ ഇമ്പാക്ട്, ക്രിസ്ത്യാനിറ്റി വന്നില്ലേ? വന്നു. ഇന്ത്യൻ സൊസൈറ്റിയിൽ പുതിയൊരു സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തു, പുതിയൊരു ഇറ സ്റ്റാർട്ട് ചെയ്തു. എന്താ? വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കൊടുക്കാൻ പോകുന്ന ആരാ? ക്രിസ്ത്യൻ ലാംഗ്വേജ്, ക്രിസ്ത്യൻ മിഷണറിമാരാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ ഇന്ത്യയുടെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡൈനാമിക്സ് എന്ത് വന്ന്? മാറ്റം വന്നില്ലേ? ഓക്കെ, ദ പോളിസി ഓഫ് നോൺ ഇന്റർഫിയറൻസ് സ്റ്റോപ്പ്. നേരത്തെ ഇന്റർഫിയറൻസ് ഉണ്ടായിരുന്ന? ഇല്ല. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ അടക്കം നമ്മൾ പഠിച്ചല്ലേ, പോളിസി ഓഫ് നോൺ ഇന്റർഫിയറൻസ് ആണ്. എന്ന് വെച്ചാൽ എന്ത് ചെയ്യില്ല? ഒന്നിലും ഇടപെടില്ല. നിങ്ങൾ എങ്ങനെയോ ജീവിച്ചോ, ഞങ്ങളോട് എന്ത് ചെയ്യും? പൈസ എടുത്തുകൊണ്ട് പോകും. അതിനെ മാറ്റിയിട്ട് എന്താ കൊണ്ടുവന്നത്? പോളിസി ഓഫ് ഇന്റർഫിയറൻസ് കൊണ്ടുവന്നു. എപ്പോ? 1813. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് വരും? പ്രശ്നം വരും. അപ്പൊ 1813 ഇത് കൊണ്ടുവന്ന ഉടനെ ഓക്കെ, ഒരു 40 വർഷം കൊണ്ട്, 1853 പോട്ടെ, 1857, ഒരു 44 വർഷം കൊണ്ട് എന്തുണ്ടായി? ഒരു വമ്പൻ യുദ്ധം ഉണ്ടായി. ആർക്കെതിരെ? ബ്രിട്ടീഷുകാർക്കെതിരെ. അതിന്റെ പേരാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നതുണ്ടായോ. അപ്പൊ ബ്രിട്ടീഷുകാർ പറഞ്ഞ് പോളിസി ഓഫ് ഇന്റർഫിയറൻസും വേണ്ട, ഒരു തേങ്ങയും വേണ്ട, എന്ത് മതി? നോൺ ഇന്റർഫിയറൻസ് മതി.
ഓക്കെ, അതാണ് മൊത്തം കഥ. നമ്മൾ 1858 ആകുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കൃത്യമായി പഠിക്കുന്നുണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, കണ്ടു നോക്കുക, എല്ലാവരോടും എന്ത് ചെയ്യും, നന്നായിട്ട് മനസ്സിലാവും. ഇതൊരു സ്റ്റോറിയാണ്, സ്റ്റോറി പോലെ പഠിക്കുക, അപ്പോഴേ എന്ത് കിട്ടുള്ളൂ, മനസ്സിലാവുള്ളൂ. ഓക്കെ, എങ്കിൽ ഇത് ഇനി വരാൻ പോകുന്ന എന്താ പറയാ ആക്സിന് ഒരു ഫ്യൂച്ചർ ആക്സിനോ റിഫോംസ് ആയിട്ട് എന്ത് ചെയ്തു വന്നു, ഇൻക്ലൂഡിങ് ഏതാ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ഈ സെക്ഷന്റെ ഏറ്റവും അവസാനമുള്ള ഇതിന് വരെ എഡ്യൂക്കേഷൻ എങ്ങനെയായിരിക്കണം, ട്രേഡ് എങ്ങനെയായിരിക്കണം, ഗവേണൻസ് എങ്ങനെ നടത്തേണ്ടത്, അതിന്റെ എല്ലാം ഒരു അടിത്തറയായിട്ട് ഏത് മാറി, 1813 ഈ ആക്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. അതെ, സെൻട്രലൈസ് ആക്ടിവിറ്റി ആണെങ്കിലും ലോക്കൽ ഗവൺമെന്റ്സ്, അതായത് എന്താ, പ്രവിശ്യയില ഗവൺമെന്റ്സ്. എത്ര പ്രവിശ്യ നിങ്ങൾക്ക് പ്രധാനമായിട്ട് അറിയാം, 3 ഏതൊക്കെയാണ് 3? ബംഗാള്, മദ്രാസ്, പിന്നെ ഏതാ, ബോംബെ, പിന്നെ അവിടെയുള്ള കൗൺസിൽസ്. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സുപ്രീം കോർട്ടിന്റെ ജൂഡിസ്ഡിക്ഷനിൽ ഇരിക്കുന്ന ആളാണെങ്കിലും എന്ത് ചെയ്യാം, ടാക്സ് കളക്ട് ചെയ്യാം. അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്, 1813 സുപ്രീം കോർട്ട് എവിടെയായിരിക്കുന്നത്, കൽക്കട്ടയില്, കറക്റ്റ് അല്ലേ? ബംഗാളിലെ ഗവൺമെന്റ് അവിടുന്ന് ടാക്സ് പിരിക്കണ്ടേ, പിരിക്കണല്ലോ. എങ്കിൽ ഞങ്ങൾ സുപ്രീം കോർട്ടിന്റെ കീഴിലാണ്, ടാക്സ് പിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അതെ, ഓക്കെ. അപ്പൊ ബംഗാൾ ഗവൺമെന്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് സുപ്രീം കോർട്ടിന്റെ കീഴിലുള്ള ആളായിക്കോട്ടെ, നമ്മൾ പഠിക്കേണ്ടത് എന്താ, ആര് വേണമെങ്കിൽ ആയിക്കോട്ടെ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം. അപ്പൊ ടാക്സിൽ കുറച്ച് ഡീസെൻട്രലൈസേഷൻ ചെയ്തിട്ടുണ്ട്, മൊത്തമായിട്ട് ഡീസെൻട്രലൈസേഷൻ ചെയ്തിട്ടില്ല, അതിന് വരാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ചാർട്ടർ ആക്ട് 1813 ലോക്കൽ ഗവൺമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവിഷണൽ ഗവൺമെന്റ്സ് ആൻഡ് കൗൺസിൽസ്, പഞ്ചായത്ത് ഒന്നും അല്ല. ഓക്കെ, പ്രൊവിഷണൽ ഗവൺമെന്റ്സ് ആൻഡ് കൗൺസിൽസ്, അതിന് എന്ത് ചെയ്യാൻ പറ്റും, ടാക്സ് ഇമ്പോസ് ചെയ്യാനും അത് കളക്ട് ചെയ്യാനും അധികാരം കൊടുത്തു. അവിടെ ഇനി ആ ആൾ ഇരിക്കുന്നത് എന്താ, സുപ്രീം കോർട്ടിന്റെ അടുത്താണെങ്കിലും സുപ്രീം കോർട്ടിന്റെ ജൂഡിസിക്ഷൻ ഉള്ളവിടെ തന്നെയാണ് എങ്കിലും അയാൾ ഇരിക്കുന്നതെങ്കിലും ഒക്കെ എന്ത് വരണം, അവിടെ എന്തുണ്ടാവും, എന്താ പേരെന്താ, അയാളും ടാക്സ് കൊടുക്കണം. ഇത്രയും കാര്യം ഓക്കെ ആണോ? അതെ. ഈ ആക്ടിലൂടെ ഈ ആക്ടിലൂടെ എന്താ, പ്രവിശ്യ കോടതികളിൽ യൂറോപ്യന്മാരെയും എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് വിചാരണ ചെയ്യാൻ പറ്റും. അപ്പൊ നേരത്തെ പ്രവിശ്യ കോടതികളിൽ, പ്രൊവിൻഷ്യൽ കോടതിയിൽ യൂറോപ്യന്മാരെ വിചാരണ ചെയ്യാൻ പറ്റില്ല, ഇല്ല. അതെന്താ, യൂറോപ്യന്മാരെ വലിയ ആളുകളല്ലേ, ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, യൂറോപ്യന്മാരെയും വിചാരണ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലെ? 1,00,000 രൂപ കൊടുത്തിട്ടില്ലേ, എന്തിനൊക്കെയാണ്, എഡ്യൂക്കേഷൻ, ലിറ്ററേച്ചർ ആൻഡ് സയൻസ്. ആ 1,00,000 രൂപ കൊടുക്കാൻ പോകുന്നതും അത് സ്പെൻഡ് ചെയ്യാൻ പോകുന്നതും അത് നോക്കാൻ പോകുന്ന അല്ല ആരാ, ലോക്കൽ അതോറിറ്റിയാണ്. എന്ന് വെച്ചാൽ സെൻട്രലൈസ് ആയിട്ടുള്ളത് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും എന്ത് ചെയ്യും, കൊടുക്കും. നമ്മുടെ കേരളത്തിൽ സ്കൂൾ തുടങ്ങണ്ടേ, കേരളത്തിൽ ക്രിസ്ത്യൻ മിഷന്മാർ വരണ്ടേ, തമിഴ്നാട്ടിൽ ക്രിസ്ത്യൻ മിഷന്മാർ വരണ്ടേ, അവിടെ സ്കൂൾ തുടങ്ങണ്ടേ, ആന്ധ്രാപ്രദേശ് തുടങ്ങണ്ടേ, ബീഹാർ തുടങ്ങണ്ടേ, മതി മതി ഞങ്ങൾക്ക് മനസ്സിലായി, അതന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, എന്ത്, എല്ലാ സ്ഥലത്തും തുടങ്ങണമല്ലോ. അപ്പൊ അതിന് സെൻട്രലൈസ് ആയിട്ട് ഒരു സ്ഥലത്തും പൈസ കൊടുത്താൽ ശരിയാവില്ലല്ലോ. ഈ 1,00,000 രൂപ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്ത് അവിടെ സ്കൂൾ തുടങ്ങി, അവിടെ എന്താ, ക്രിസ്ത്യൻ മിഷന്മാർ വന്ന് അവര് കരിക്കുലം ഉണ്ടാക്കി, സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത്, സ്കൂളിനോടൊപ്പം എന്താ, ഒരു ചർച്ച് സ്റ്റാർട്ട് ചെയ്ത്, അതാണ് പള്ളിക്കൂടം. മലയാളത്തിൽ പള്ളിക്കൂടം എന്നല്ല പറയാ. പള്ളി എന്ന് വെച്ചാൽ എന്താ, ക്രിസ്ത്യൻ പള്ളി. കൂടം എന്ന് വെച്ചാൽ എന്താ, തൊട്ടടുത്തുള്ള സ്ഥലം. അപ്പൊ പള്ളിക്കൂടം എന്ന് പറഞ്ഞാൽ എന്താ, പള്ളിയുടെ അടുത്തുള്ള സ്ഥലം. അവിടെ എന്ത് പഠിക്കും, വിദ്യാഭ്യാസം കിട്ടും. അങ്ങനെയാണ് പള്ളിക്കൂടം എന്നുള്ള വാക്കേ ഉണ്ടാവുന്നത്. ഇത്രയും മനസ്സിലായ? അങ്ങനെയെങ്കിൽ അത് എന്ത് കൊടുക്കണം, മോളില് ഡൽഹിയിൽ ഇരുന്നിട്ട്, ഡൽഹിയിലല്ല, അപ്പോ മോളില് ബംഗാളിൽ ഇരുന്നിട്ട് നടത്തൂ എന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പൊ എന്ത് ചെയ്യണം, ലോക്കൽ അതോറിറ്റിയാണ് പൈസ കൊടുക്കേണ്ടത്. സാർ ഇത്രയും പറഞ്ഞിട്ട് എന്താ പറഞ്ഞു, ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ 1,00,000 രൂപ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന ആരായിരിക്കും, ലോക്കൽ അതോറിറ്റി ആയിരിക്കും. ഇനി ലോക്കൽ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പഠിക്കുന്ന പോലെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി പഠിച്ചു വെക്കരുത്, പ്രൊവിൻഷ്യൽ ഗവൺമെന്റ്സും അവരുടെ കൗൺസിൽ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ, ഡണ്ണല്ലേ? പ്രവിശ്യ ഗവൺമെന്റ്, എത്ര പ്രവിശ്യ അറിയാ, 3 ഏതൊക്കെയാണ്, പഞ്ചാബ്, ബംഗാള്, മദ്രാസ്, അടുത്ത എന്താ, ബോംബെ. ഇത്രയും കാര്യം ഓക്കെ ആയാ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്താലോ? കഴിഞ്ഞു ക്വസ്റ്റ്യൻ ചെയ്താലോ? ചെയ്യാം. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ചാർട്ടർ ആക്ട് ഓഫ് 1813. ചാർട്ടർ ആക്ട് 1813 ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, സാധാരണ എന്താ പറയാ, സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുക. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്ത് ചെയ്യുക, നോക്കുക. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1, ഇറ്റ് എൻഡഡ് ദ ട്രേഡ് മോണോപ്പൊളി ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇന്ത്യ എക്സെപ്റ്റ് ഫോർ ദ ട്രേഡ് ഇൻ ടീ ആൻഡ് ട്രേഡ് ഇൻ ചൈന. ഓക്കെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ട്രേഡ് മോണോപ്പൊളി പോയില്ലേ, അവിടെയുള്ള എല്ലാ കമ്പനിക്കും എന്ത് ചെയ്യാൻ പറ്റും, വരാൻ വേണ്ടി പറ്റും.
ചായ അല്ലെങ്കിൽ തേയിലയുള്ള ട്രേഡ് എന്ത് ചെയ്തിട്ടില്ല, പോയിട്ടില്ല. ചൈനീസ് വല്ല ട്രേഡ് എന്ത് ചെയ്തിട്ടില്ല, പോയിട്ടില്ല. സ്റ്റേറ്റ്മെന്റ് നമ്പർ 2. It asserted the sovereignty of the British Crown over the Indian territories held by the company. Okay. എന്ന് വെച്ചാൽ എന്താ, ബ്രിട്ടീഷ് ക്രൗണിനായിരിക്കും സോവർണിറ്റി ഉണ്ടാവുക. പരമാധികാരം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് രാജാവിനായിരിക്കും, എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് പാർലമെന്റിനായിരിക്കും. ആറിനെക്കാളും കൂടുതൽ, കമ്പനിയെക്കാളും കൂടുതൽ. കമ്പനിയുടെ ടെറിട്ടറി മുഴുവൻ, കമ്പനി കൈപ്പെടുത്തിയിട്ടുള്ള ടെറിട്ടറി മുഴുവൻ ആരുടെ ആയിരിക്കും, ബ്രിട്ടീഷ് ക്രൗണിന്റെ ആയിരിക്കും. അങ്ങനെ ഒരു കാര്യം ശരിയായി പറഞ്ഞിട്ടില്ലേ? അതെ. സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 ശരിയാണ്. നമ്പർ 3, ദ റവന്യൂസ് ഓഫ് ഇന്ത്യ വേർ നൗ കൺട്രോൾഡ് ബൈ ബ്രിട്ടീഷ് പാർലമെന്റ്. ബ്രിട്ടീഷ് പാർലമെന്റ് ഇൻഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ ഒരു സംഭവം ഇല്ലേ, ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി വെച്ചിട്ടില്ല. അതിന്റെ പേരെന്താ, ബോർഡ് ഓഫ് കൺട്രോൾ. അവരല്ലേ അതിന്റെ റവന്യൂ കൺട്രോൾ ചെയ്യാൻ പോണതും അതിനെന്താ ഓഡിറ്റ് ചെയ്യാൻ പോണതും ഇതാക്കി മാറ്റാൻ പോണതൊക്കെ അവരെന്നല്ലേ. ബ്രിട്ടീഷ് പാർലമെന്റ് നേരിട്ട് വന്നിട്ടില്ലല്ലോ. എപ്പോഴാണോ ബ്രിട്ടീഷ് പാർലമെന്റ് നേരിട്ട് വരുന്നത് അപ്പൊ എന്താവും, നേരിട്ട് ബ്രിട്ടീഷ് ഭരണമാവും. അത് എപ്പോഴാ വരിക, 1858 വരുള്ളൂ. അവിടെ ആയിട്ടില്ലല്ലോ. ഓക്കെ. ഇപ്പൊ ഇത് കൺട്രോൾ ചെയ്യുന്ന ആരാ, ബോർഡ് ഓഫ് കൺട്രോൾ മുഖാന്തരം ബ്രിട്ടീഷ് പാർലമെന്റ് ഇൻഡയറക്റ്റ് ആയി കൺട്രോൾ ചെയ്യുന്നു. അങ്ങനെയല്ലേ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ. 3 തെറ്റാണ്. 3 അങ്ങനെ വരില്ല. 1, 2 ആൻസർ. ഓപ്ഷൻ എയില് 1, 2 ഉണ്ട്. 1, 2 ടിക്ക് എന്ത് കിട്ടും, ഓപ്ഷൻ കിട്ടും. ദ ചാർട്ടർ ആക്ട് ഓഫ് 1813 എക്സ്റ്റെൻഡഡ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് റൂൾ ഇൻ ഇന്ത്യ ടു അനദർ ഹൗ മെനി ഇയേഴ്സ്. നമുക്ക് ഒറ്റ വർഷം അറിയില്ല, എത്ര, 20. 1773 plus 20, 1793. 1793 plus 20, 1813. 1813 plus 20, 1833. 1833 plus 20, 1853. ഇങ്ങനെ നമുക്കറിയാം 20 വർഷം. ഓപ്ഷൻ സി 20. ഓക്കെ. വിത്ത് റെഫറൻസ് ടു ദ കൊളോണിയൽ പീരീഡ് ഓഫ് ഇന്ത്യ, ദ ട്രേഡ് മോണോപ്പൊളി ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് എൻഡഡ് ബൈ. ട്രേഡ് മോണോപ്പൊളി എൻഡ് ചെയ്ത ആക്ട് എന്നാണ് ചോദ്യം. നമ്മൾ പഠിക്കുന്ന ആക്ടിനല്ലേ, ചാർട്ടർ ആക്ട് 1813. ഓപ്ഷൻ സി എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക. ഹു വാസ് ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഇൻ 1813? ആരാണ് 1813 ഗവർണർ ജനറൽ? നമ്മൾ പഠിച്ചിട്ടില്ല, നമുക്ക് ക്വസ്റ്റ്യനിലും പഠിക്കാം. ആരാണ്, ലോർഡ് ഹേസ്റ്റിങ്സ്. ലാസ്റ്റ് ഉണ്ട് കേട്ടോ, ലോർഡ് ഹേസ്റ്റിങ്സ് ലാസ്റ്റാ ഇപ്പൊ പറയും. ഓക്കെ. അപ്പൊ ആരാണ് 1813 ഗവർണർ ജനറൽ? ലോർഡ് ഹേസ്റ്റിങ്സ് ആണ് 1813 ഗവർണർ ജനറൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, find the correct statement about Charter Act 1813. Option A, it provided the first British government funding for Indian education. അല്ലെ, ആദ്യമായിട്ടല്ലേ 1,00,000 രൂപ കൊടുക്കുന്നത്? അതെ, ശരിയാണ്. ഓക്കെ. ബി, it clearly stated the crown's dominance over Indian lands and mandated the colonial rules be submitted to the British Parliament. അല്ലേ? ഓക്കെ. ഒന്ന്, ക്രൗണിന്റെ ഡൊമിനൻസ്, അതായത് ബ്രിട്ടീഷ് രാജാവാണ് ഭരിക്കുക. ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് എന്ത് ചെയ്യണം, ബ്രിട്ടീഷ് പാർലമെന്റ് കിട്ടണം. എങ്കിൽ ബോംബെ, മദ്രാസ് തുടങ്ങിയ സ്ഥലങ്ങൾ അവിടെ എന്ത് നടക്കുന്നുള്ള കാര്യം എവിടെ പറയുക, ബ്രിട്ടീഷ് പാർലമെന്റ് പറയുക. ശരിയല്ലേ? ഓപ്ഷൻ എയും ശരിയാണ്, ഓപ്ഷൻ ബിയും ശരിയാണ്. ഓപ്ഷൻ സി, ദ ചാർട്ടർ ആക്ട് 1833 ഫർദർ സെൻട്രലൈസ് അഡ്മിനിസ്ട്രേഷൻ, ended remaining trade monopolies and laid the foundation for English language education. ഇല്ലേ? ചാർട്ടർ ആക്ട് 1830 എന്ന് പറയുന്നത് സെൻട്രലൈസ് ചെയ്തു. ഓക്കെ. ടാക്സ് ഭരിക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്, എന്നാലും സെൻട്രലൈസ് ചെയ്തു. ബംഗാളിലാണ് കൂടുതൽ പവർ ഉണ്ടാവുക. റിമൈനിങ് ട്രേഡ് മോണോപ്പൊളീസ് എന്ന് വെച്ചാൽ എന്താ, ഇന്ത്യയിലുള്ള എല്ലാ ട്രേഡ് മോണോപ്പൊളി എന്ത് ചെയ്തു, എൻഡ് ചെയ്തു. ആൻഡ് ലേഡ് ഫൗണ്ടേഷൻ ഫോർ ഇംഗ്ലീഷ് ലാംഗ്വേജ് എഡ്യൂക്കേഷൻ. ഓക്കെ. ഇംഗ്ലീഷ് ലാംഗ്വേജ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ കൊണ്ടുവന്നില്ലേ? അതെ. എങ്കിൽ എയും ബിയും സിയും ശരിയാണെന്നുള്ള ഓപ്ഷൻ വേണം. എവിടെയാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി. എല്ലാം എന്താണ്, ശരിയാണ്. ഓക്കെ. അപ്പൊ ചാർട്ടർ ആയിട്ട് 1813 കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെയാ ഉള്ളത്? മോണോപ്പൊളി പോയി, എക്സെപ്റ്റ് അവിടെ ഷീജിപ്പിന്റെ ചിത്രവും ഇല്ലേ? ഓക്കെ. ചായയുടെ കപ്പും ഉണ്ട്, എക്സെപ്റ്റ് ചായയും എന്താ, ചൈനയും. ഓക്കെ. ആ സമയത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ലോർഡ് ഹേസ്റ്റിങ്സ്. ഏത് വർഷം തൊട്ട് ഏത് വർഷം വരെ? 1813 മുതൽ 1823 വരെ ലോർഡ് ഹേസ്റ്റിങ്സ് ആണ് എന്തായിരുന്നത്, ഗവർണർ ജനറൽ ആയിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം, ലീസ് എത്ര വർഷം കൂട്ടി? 20 വർഷം. ക്രിസ്ത്യൻ മിഷണറി വന്നില്ലേ? വന്നു. എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്തു. ലോക്കൽ ബോഡീസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സോറി തദ്ദേശ സ്ഥാപനമല്ല, ലോക്കൽ ബോഡീസ്, ഞാൻ തിരിച്ചു, സോറി. ലോക്കൽ ബോഡീസ് എന്ന് വെച്ചാൽ എന്താ, പ്രൊവിൻഷ്യൽ ഭരണസമിതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്? 1813 ചാർട്ടർ ആക്ടിൽ പഠിക്കാൻ പറ്റുള്ളത്. അപ്പൊ ചാർട്ടർ ആക്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലെ? നല്ല പോലെ കൺസെപ്റ്റ് മനസ്സിലാക്കണേ. കൺസെപ്റ്റിലാണ് ഏറ്റവും കൂടുതൽ ഗെയിം ഉള്ളത്. ഓക്കെ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും @kiran PSC സ്റ്റഡി സർക്കിൾ
@കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി ഓക്കെ എന്നുള്ള ചാനൽ എന്ത് ചെയ്യുക, വിവരങ്ങൾ അറിയിക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എനിക്ക് എന്ത് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ എക്സാം ഹോളിൽ പോയിട്ട് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ കണ്ട് ഡൗട്ട് അടിക്കുന്നതിനേക്കാളും നല്ലത് ഓൾറെഡി എന്താ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്ത് ടോപ്പ് ആവുന്നതാണ്. എപ്പോഴും ടോപ്പ് ആവാന്നുള്ള നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പൊ ക്ലാസ് നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. ഓക്കെ, അപ്പൊ ഇതേപോലെ ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.